ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയും നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച പ്രധാനമന്ത്രി ആ സമയത്ത് ക്ഷേത്രത്തിൽ വിവാഹം നടന്ന വധൂവരന്മാർക്ക് എല്ലാ ആശംസകളും നേർന്നു. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തിയത്. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്തിറങ്ങിയ പ്രധാനമന്ത്രിയെ ബി.ജെ.പി. സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രവർത്തകരും സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സംവിധാനമാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരുന്നത്. റോഡ് മാർഗം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയ പ്രധാനമന്ത്രി തുടർന്ന് കേരളീയ വേഷത്തിൽ ഗുരുവായൂർ അമ്പലത്തിലെത്തി ദർശനം നടത്തി. ഗുരുവായൂരപ്പന്റെ ദാരുശില്പം സമ്മാനിച്ചാണ് പ്രധാനമന്ത്രിയെ തന്ത്രി ചേനസ് നമ്പൂതിരിപ്പാടും ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ വിജയൻ എന്നിവർ സ്വീകരിച്ചത്. 1 മണിക്കൂറോളം ക്ഷേത്രത്തിനുള്ളിൽ ചെലവഴിച്ച നരേന്ദ്രമോദി പിന്നീട് പുറത്തെ കല്യാണ മണ്ഡപത്തിലെത്തി നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിൽ പങ്കെടുത്ത് വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നു. നടന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ജയറാം തുടങ്ങിയവരും കുടുംബസമേതം വിവാഹത്തിൽ പങ്കെടുത്തു. ചടങ്ങുകള് ആള് വന്നു, ഇവിടെ മണ്ഡപത്തിൽ വന്ന് നിർത്തി. ബാക്കിയുള്ള സ്ഥലം സാധാരണ മുകളിൽ കല്യാണം നടത്തുന്ന ചടങ്ങുകൾ പോലെ തന്നെയാണ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല, സ്പെഷ്യലായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. സാധാരണ നടത്തുന്ന ചടങ്ങുകൾ മാത്രം തന്നെയാണ്. മാല തന്ത്രിയുടെ കയ്യിൽ കൊടുത്തു. തന്ത്രിയാണ് അത് PM-ന് കൊടുത്തത്, പ്രധാനമന്ത്രിക്ക് കൊടുത്തത്. പ്രധാനമന്ത്രി ചെക്കനും പെണ്ണിനും കൂടി കൊടുത്തു. അവർ തമ്മിൽ മാല അണിയിച്ചു. എല്ലാവർക്കും ആശംസകൾ നേർന്നാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്നും മടങ്ങിയത്. അമൃത ന്യൂസ്, തൃശൂർ.